നമസ്കാരം, റിവ്യൂവേഴ്സിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ഉത്സവകാലം വരികയാണ്. ഓണം വരുന്നതിന് ശേഷം രാജ്യം മൊത്തം ആഘോഷിക്കുന്ന ദീപാവലി വരുന്നു. അപ്പോൾ ഈ ഒരു സീസൺ കണക്കാക്കി പല ഓട്ടോമൊബൈൽ ബ്രാൻഡുകൾ അവരുടെ പുതിയ വാഹനങ്ങൾ വിപണിയിൽ എത്തിക്കാൻ പോവുക. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് അറിയാൻ പോകുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഫസ്റ്റ് വിപണിയിൽ എത്താമ്പോൾ നമ്മൾ ഏറ്റവും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വാഹനം ടാറ്റ നെക്സോണിൻ്റെ CNG വെർഷനാണ്. 2023 നടന്ന ഭാരത് മൊബിലിറ്റി ഓട്ടോ എക്സ്പോയിൽ ഈ ഒരു വാഹനത്തിന് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ആണ് പറഞ്ഞിരുന്നത്. അതുകൂടാതെ ഇപ്പോൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ ഒരു AMT ഗിയർ ബോക്സ് കൂടി ഉണ്ടാവും. മാത്രമല്ല നിലവിലുള്ള ടർബോ പെട്രോൾ എഞ്ചിനിലായിരിക്കും ഈ ഒരു ഫാക്ടറി ഫിറ്റ് ആയിട്ടുള്ള CNG കിറ്റ് വരുന്നത്. 2 CNG സിലിണ്ടറിൽ ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ടർബോ CNG വാഹനമായിരിക്കും ടാറ്റ നെക്സോൺ. മാത്രമല്ല പെട്രോൾ, ഡീസൽ, EV, CNG അങ്ങനെ എല്ലാ വേരിയന്റിലും ഈ ഒരു വാഹനം ഇന്ത്യയിൽ അവൈലബിൾ ആവുന്ന ആദ്യത്തെ വാഹനമായിരിക്കും ടാറ്റ നെക്സോൺ CNG. ഇപ്പോൾ നിലവിലുള്ള ഒരു പെട്രോളിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 ലക്ഷം രൂപ മുതൽ 14 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ പുതിയതായിട്ട് വന്ന CNGക്ക് ഒരു 1.5-2 ലക്ഷത്തിന്റെ കൂടി ഡിഫറൻസ്, ഒരു കൂടുതൽ കൂടി ഉണ്ടാവും എന്നാണ് അറിയുന്നത്. സെലക്ടഡ് ആയിട്ടുള്ള വേരിയന്റ്സിലായിരിക്കും CNG ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഫെസ്റ്റിവൽ സീസണിൽ ഈ ടാറ്റ നെക്സോൺ CNG നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും ഒരു വാഹനം വിപണിയിലെത്തുന്നത് ടാറ്റയുടെ തന്നെയാണ്, ടാറ്റ കർവ്. ടാറ്റ കർവിന്റെ പെട്രോൾ, ഡീസൽ വെർഷനുകൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ എത്തുമെന്നാണ് അറിയുന്നത്. 2 പെട്രോൾ എഞ്ചിനുകളും 2 പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളും ഒരു ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഒന്ന് ടർബോ പെട്രോൾ തന്നെ ആയിരിക്കും. അപ്പോൾ നിലവിലുള്ള ഹുണ്ടായി ക്രേറ്റ, ഗ്രാൻഡ് വിറ്റാര പോലുള്ള വാഹനങ്ങളുമായിട്ടായിരിക്കും ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. നിലവിലുള്ള സിട്രോൺ ബസാൾട്ട് SUV കൂപ്പെ, അപ്പോൾ ആ ഒരു സ്റ്റൈലിംഗ് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റൈലിംഗിൽ വരുന്ന ഒരു കർവ്, ടാറ്റ കർവ് എന്ന് പറയുന്നത് ഒരു SUV കൂപ്പെ സ്റ്റൈലിംഗ് വരുന്ന ടാറ്റയുടെ ഏറ്റവും പുതിയ വാഹനമാണ്. നെക്സോണിൻ്റെ എല്ലാം ഒരു ഫ്രണ്ട് ഫേസ് നമ്മൾ കണ്ട അതേ ഒരു ഡിസൈൻ ശൈലി നമുക്ക് ടാറ്റ കർവിൻ്റെ ഫ്രണ്ട് ഫേസിലും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാഹനവും നമുക്ക് ഉടൻ തന്നെ വിപണിയിൽ പ്രതീക്ഷിക്കാം. അതിൻ്റെ പ്രൈസ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഈ ഒരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ അതിൻ്റെ ഒരു പ്രൈസ് അനൗൺസ് ചെയ്യും. എന്തായാലും ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ടാറ്റ കർവ് വിപണിയിലുണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് ഹുണ്ടായുടെ ഭാഗത്തു നിന്നാണ്. ഹുണ്ടായി കുറച്ച് ദിവസം മുന്നെയാണ് ഹുണ്ടായി അൽക്കസാറിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് റിവീൽ ചെയ്തത്. അവരുടെ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത എക്സ്റ്റർ, അതിനുശേഷം വന്ന ക്രേറ്റ ഫേസ് ലിഫ്റ്റിലൊക്കെ കണ്ട പോലുള്ള ഒരു ഡിസൈൻ ശൈലിയിലേക്ക് അൽക്കസാർ മാറിയിട്ടുണ്ട്. മുന്നിൽ ഡിസൈൻ വരുന്ന കുറച്ചധികം ലൈറ്റിംഗ് എലമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രില്ലിലും അതേപോലെ തന്നെ DRLസിലും കണക്റ്റഡ് DRLസിലും എല്ലാം ആ ഒരു ശൈലി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ള വളരെ മനോഹരമായൊരു ഗ്രീൻ കളറിലാണ് അതിനെ റിവീൽ ചെയ്തിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ക്രിയേറ്റഡ് അതേ ഒരു ഡിസൈൻ ശൈലി തന്നെയാണ്, പക്ഷേ കളർ ടോണിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒരു ബ്രൗൺ പ്ലസ് ബ്ലാക്ക് ഒരു ഫിനിഷോട് കൂടിയ, ബ്രൗൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ടാൻ കളറോട് കൂടിയ ഒരു ഫിനിഷ് വരുന്ന ഒരു ഇന്റീരിയർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിലവിലുള്ള ഹുണ്ടായി അൽക്കസാറിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 16 ലക്ഷത്തിന് 22 ലക്ഷത്തിന് ഇടയ്ക്കാണ്. എന്തായാലും ആ ഒരു പ്രൈസിനേക്കാളും കൂടുതൽ തന്നെ ആയിരിക്കും പുതിയ ഹുണ്ടായി അൽക്കസാറും. 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ഫേസ് കൊടുക്കുന്ന ഒരു ഹുണ്ടായി അൽക്കസാർ ആയിരിക്കും വിപണിയിലെത്തുക. അതിൻ്റെ മേക്കിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോ എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പല ഓട്ടോമൊബൈൽ വീഡിയോസ് പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഹുണ്ടായി അൽക്കസാറിൻ്റെ ഒരു മാനുഫാക്ചറിങ്ങും മറ്റ് ഹുണ്ടായി വാഹനങ്ങളുടെ മാനുഫാക്ചറിങ് ഒരു ഫാക്ടറി വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഹുണ്ടായി അൽക്കസാറിൻ്റെ നമുക്കൊരു ഫേസ് ലിഫ്റ്റ് വെർഷൻ കൂടി പ്രതീക്ഷിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് MGയുടേതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. MG വിൻസർ എന്ന് പറയുന്ന ഒരു EV ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. MGയുടെ തന്നെ സബ്സിഡറി ബ്രാൻഡായിട്ടുള്ള വോളിങ്ങിൻ്റെ ക്ലൗഡ് EV ആണ് റീബാഡ്ജ് ചെയ്ത് ഇന്ത്യയിൽ വിൻസർ EV ആയിട്ട് കൊണ്ടുവരുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു MPV ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ഹാച്ച് ബാക്ക്, 5 സീറ്റർ ഹാച്ച് ബാക്ക് ആണ്. പ്രോപ്പർ ഹാച്ച് ബാക്ക് ആയിരിക്കും ഒരു വാഹനം. 2 ബാറ്ററി ഓപ്ഷൻസിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് അറിയുന്നത്. 360 കിലോമീറ്റർ റേഞ്ച് കൊടുക്കുന്ന ഒരു ബാറ്ററി പാക്കും 460 കിലോമീറ്റർ റേഞ്ച് കൊടുക്കുന്ന മറ്റൊരു ബാറ്ററി പാക്കും വരുന്ന 2 ഓപ്ഷൻസ് ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും. വളരെ നീറ്റായിട്ടുള്ള ഒരു സ്ലീക്ക് മിനിമൽ ഡിസൈൻ അപ്രോച്ചാണ് ഓവറോൾ അതിൻ്റെ എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും കൊടുത്തിട്ടുള്ളത്. വില ഒരു 20 ലക്ഷം രൂപ വരെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള ടാറ്റ നെക്സോൺ EV, അതേപോലെ തന്നെ ടാറ്റ കർവ്, മഹീന്ദ്ര XUV 400 തുടങ്ങിയ വാഹനങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുക. അതിൻ്റെ ബുക്കിംഗ് ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോട് കൂടി അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടി ഇതിൻ്റെ ഒരു ലോഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് വലിയൊരു അപ്ഡേറ്റ് ആണ് കിയയുടെ ഭാഗത്തു നിന്നും. കിയ കാർണിവൽ എൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഫേസ് ലിഫ്റ്റ് ആണ് നമുക്ക് പറയാം. നിലവിലുള്ള ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ട് കംപ്ലീറ്റ് ഒരു റെക്ടാങ്കുലർ ബോക്സി ഷേപ്പ് കൊടുത്തിട്ടുള്ള ഒരു കിയ കാർണിവൽ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ വിപണിയിൽ ഉണ്ടാവും. 50 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു വാഹനമായിരിക്കും. ഒരു 2.2 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇന്ത്യക്ക് പുറത്തുള്ള വിപണിയിൽ ഒരു 7 സീറ്റർ, 9 സീറ്റർ, 11 സീറ്റർ ഇങ്ങനെ 3 ഓപ്ഷൻസിൽ അവൈലബിൾ ആയിരിക്കും. ഇന്ത്യയിൽ മിക്കവാറും അതൊരു 7 സീറ്ററും 9 സീറ്ററും ആയിട്ടായിരിക്കും വിപണിയിൽ എത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഓവറോൾ അതിൻ്റെ ഒരു ലുക്ക് മാറിയിട്ടുണ്ട്. കംപ്ലീറ്റ് കുറേയധികം റെക്ടാങ്കുലർ എലമെന്റ്സ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഡിസൈൻ ശൈലിയിൽ.
മാത്രമല്ല കുറച്ചും കൂടി ഒരു പ്രോപ്പർ ഒരു ബോക്സി ഷേപ്പ് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഡിസൈനിലൊക്കെ. എന്തായാലും ഈ ഒരു വാഹനവും നമ്മുടെ ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ പ്രതീക്ഷിക്കുന്ന വാഹനങ്ങൾ. ഇതുകൂടാതെ താർ റോക്സും നമുക്ക് ഒക്ടോബറോടുകൂടി വിപണിയിൽ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു റിപ്പോർട്ടുണ്ട്. മിക്കവാറും അങ്ങനെയാണെങ്കിൽ താർ റോക്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താർ റോക്സിനെയും നമുക്ക് ഈ ഒരു വിപണിയിൽ ഫെസ്റ്റിവൽ സീസണിൽ പ്രതീക്ഷിക്കാം എന്തായാലും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. സ്റ്റേ ട്യൂൺഡ് വിത്ത് us ഫോർ മോർ വീഡിയോസ്.